മോർണിംഗ് ഓൾ. നമ്മളിന്ന് നോയ്സ് പൊല്യൂഷനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. എന്താണ് നോയ്സ് പൊല്യൂഷൻ? എന്താണ് നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ശബ്ദം, അതിനാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. അപ്പം അത് എങ്ങനെയൊക്കെയാണ് നോയ്സ് പൊല്യൂഷൻ എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം. എനി വോണ്ടഡ് സൗണ്ട് ദാറ്റ് ഡാമ്പ് ഇൻ ടു അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് നോയ്സ് പൊല്യൂഷൻ. ആവശ്യമില്ലാത്ത എന്ത് ശബ്ദം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുകയാണെങ്കിലും നമുക്കതിന് നോയ്സ് എന്ന് പറയാം, നോയ്സ് പൊല്യൂഷനായിട്ട് കണക്കാക്കാം. എ ലോ സൗണ്ട് ഈസ് പ്ലസൻറ്റ് വേർ ലൗഡ് സൗണ്ട് ഈസ് അൺപ്ലസൻറ്റ് ആൻഡ് ഈസ് റെഫേർഡ് ടു ആസ് എ നോയ്സ്. ചെറിയ ശബ്ദമാണെങ്കിൽ നമുക്കത് പ്ലസൻ്റ് ആയിട്ടുള്ളൊരു മൂഡായിരിക്കും ഉണ്ടാവുക. അല്ലെ, പലർക്കും പാട്ട് കേട്ടിട്ട് പഠിക്കാൻ ഇഷ്ടമായിരിക്കും, അങ്ങനെയാണ് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു മ്യൂസിക് ഉണ്ടെങ്കിൽ നമ്മുടെ സൈക്കോളജിക്കലി പറയുന്ന കാര്യമാണ്. മെൻ്റലി നമ്മൾ ഒരുപാട് ഫ്രീ ആയിരിക്കും, ഒരുപാട് ടെൻഷൻ കുറയും എന്നൊക്കെയാണ് പറയണത്. നേരെ മറിച്ച് ഇതേ ശബ്ദം തന്നെ വളരെയധികം ഉച്ചത്തിൽ വെച്ചിട്ട് സ്പീക്കറൊക്കെ ഫുൾ സൗണ്ടിൽ അങ്ങോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ആകെ ഒരുമാതിരി ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്യും. അപ്പം ചെറിയ ശബ്ദം പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഇതും വലിയ വലിയ ശബ്ദങ്ങൾ നമുക്കൊരു നോയ്സ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. നോയ്സ് പൊല്യൂഷൻ ഈസ് റിസൾട്ട് ഓഫ് modern industrialized urban life and congestion due to overpopulation. നോയ്സ് പൊല്യൂഷനുള്ള ഒരു കാരണമാണ് ഇവിടെ പറയുന്നത്. മോഡേൺ ഇൻഡസ്ട്രിയലൈസ്ഡ് അർബൻ ലൈഫ്, നമ്മുടെ നഗരവൽക്കരണം നോയ്സ് പൊല്യൂഷനുള്ളൊരു കാരണമായിട്ട് പറയാം. ഓവർ പോപ്പുലേഷനൊക്കെ ഇതിനൊരു കാരണമായിട്ട് പറയാം. ഇനി എന്താണ് കോസ്? എങ്ങനെയൊക്കെയാണ് നോയ്സ് പൊല്യൂഷൻ ഉണ്ടാകുന്നത്? എന്തൊക്കെയാണ് അതിൻ്റെ സോഴ്സ്? ഇൻഡസ്ട്രീസ് സച്ച് ആസ് ടെക്സ്റ്റൈൽ മിൽസ്, പ്രിൻറ്റിംഗ് പ്രസ്സസ്, എൻജിനീയറിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് മെറ്റൽ വർക്ക്സ്. ഇവിടെ കൊടുത്തിട്ടുള്ള ഇൻഡസ്ട്രീസ്, ടെക്സ്റ്റൈൽസ് മിൽസ് ആയിക്കോട്ടെ, പ്രിൻറ്റിംഗ് പ്രസ്സസിൻ്റെ കാര്യമൊന്നും പറയണ്ട. ഈ ഡെയിലി വരുന്ന ന്യൂസ് പേപ്പറൊക്കെ അടിക്കുന്ന മെഷീൻ്റെ അത് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് പോയി നിന്നാലൊന്നും സംസാരിക്കുന്ന അടുത്തടുത്ത് നിന്ന് സംസാരിച്ചാൽ കൂടെ കേൾക്കില്ലേ, അത്രയും ശബ്ദമാണ്. പിന്നെ എൻജിനീയറിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, മെറ്റൽ വർക്ക്സ് ഒരു ക്വാറിയുടെ അടുത്ത് പോയി അവിടെ പാറ പൊട്ടിക്കുന്ന സമയത്തൊന്നും കേൾക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറയണത്. എത്രയോ ദൂരെ വരെ ആ ഒരു പാറ പൊട്ടിക്കുന്ന ശബ്ദം എത്താറുണ്ട്. അല്ലേ, അതൊക്കെ ഇപ്പോൾ എന്താ നോയ്സ് പൊല്യൂഷൻ്റെ ഒരു സോഴ്സായിട്ട് കാണാം, ഇൻഡസ്ട്രീസിൽ നിന്നുണ്ടാകുന്നത്. ഇനി ഓട്ടോമൊബൈൽസ് സച്ച് ആസ് ട്രക്ക്, ബസ്സസ്, ട്രെയിൻ, മോട്ടോർ സൈക്കിൾസ് എക്സെട്ര. മോട്ടോർ സൈക്കിളിൻ്റെ കാര്യമൊക്കെ പറയാതിരിക്കുക നല്ലത്. സൈലൻസർ ഉള്ള വണ്ടിയിൽ നിന്ന് കൂടെ അത് അഴിച്ച് വെച്ചിട്ടാണ് ഓടിക്കുക. എന്നാലേ നമ്മൾ വണ്ടി ഓടിക്കുന്ന കാര്യം 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ആൾക്കാരും കൂടെ അറിയുള്ളൂ. അത്രയൊരു എഫക്റ്റ് വേണം. അതൊക്കെയാണ് അടിപൊളി എന്നാണ് നമ്മുടെ വിചാരം. അപ്പം ഓട്ടോമൊബൈൽസിൽ പുറത്തേക്ക് വരുന്ന ശബ്ദങ്ങൾ നോയ്സ് പൊല്യൂഷനെ സോഴ്സായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി ഡൊമസ്റ്റിക് എക്യുപ്മെൻറ്റ്സ് ലൈക്ക് മിക്സർ ഗ്രൈൻഡർ, പ്രഷർ കുക്കർ, എയർ കണ്ടീഷണർ, ഫാൻ, വാഷിംഗ് മെഷീൻസ് ആർ ഇൻഡോർ സോഴ്സ് ഓഫ് നോയ്സ് പൊല്യൂഷൻ. ഇനി നമ്മുടെ വീട്ടിൽ തന്നെ നോയ്സ് പൊല്യൂഷൻ നടക്കുന്നുണ്ട്. എന്തിലൊക്കെയാണ്? മിക്സർ ഗ്രൈൻഡർ, പ്രഷർ കുക്കറിലൊക്കെ 3 വിസിലടിച്ച് ഓഫ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അമ്മേശനൊക്കെ പോകും വീട്ടിൽ നിന്ന്, അല്ലേ. പിന്നെ ഫാൻ, കുറച്ച് പഴയ ഫാനാണ് വെച്ചാൽ ഫുൾ സ്പീഡിലിട്ട് കഴിഞ്ഞാൽ നല്ല പാട്ടൊക്കെ കേട്ടിട്ട് ഉറങ്ങാം, അത്ര ശബ്ദമായിരിക്കും. വാഷിംഗ് മെഷീൻ്റെ ശബ്ദം, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മിക്സിയുടെ ശബ്ദം കേൾക്കുക. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാകുന്ന നോയ്സ് പൊല്യൂഷനുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ. ഇനി പബ്ലിക് അഡ്രസ്സിങ് സിസ്റ്റം സച്ച് ആസ് ലൗഡ് സ്പീക്കർ. ഇപ്പോൾ ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ്, ഇഷ്ടം പോലെ കാണാം. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് എന്താ ഉണ്ടാവുക എന്നറിയില്ല, എന്നാലും മുന്നേ ഉള്ള ഇലക്ഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മുക്കിന് ആൾക്കാരിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ടാവും. ഇവരൊക്കെ സംസാരിക്കുന്നതിന് എന്താ, ഒരു മൈക്ക് ഉണ്ടായിരിക്കും, ഒരു 4-5 സ്പീക്കർ 4 പുറത്തേക്ക് തിരിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് ഒരു ചെറിയ ഒരു പ്രസംഗമൊക്കെ ആണെങ്കിൽ, വലിയ ആൾക്കാരുടെ അല്ലെങ്കിൽ വലിയ സമ്മേളനങ്ങളൊക്കെ കൂടുമ്പോൾ എത്ര സ്പീക്കർ ഉണ്ടായിരിക്കും, എത്ര മൈക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അതൊക്കെ നോയ്സ് പൊല്യൂഷനായിട്ട്, ഈ ലൗഡ് സ്പീക്കറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ശബ്ദത്തിന് നമുക്ക് നോയ്സ് പൊല്യൂഷനായിട്ട് കണക്കാക്കാം. അഗ്രികൾച്ചറൽ മെഷീൻസ്, ഇന്നത്തെ കാലത്തൊന്നും ആരും കാളയും കലപ്പയൊന്നും വെച്ചിട്ട് ഉഴുതുമറിക്കലില്ല. എല്ലാവരും ട്രാക്ടർ അല്ലെങ്കിൽ അങ്ങനത്തെ. ഇനിയിപ്പോൾ ഉഴുതുമറിക്കാൻ മാത്രമല്ല, മെതി അടിക്കാനൊക്കെ വേണ്ടിയിട്ട് നെല്ല് കൊയ്യുന്നതും എല്ലാം മിഷനാണ്, അല്ലേ. അപ്പം അതിൽ നിന്നൊക്കെ വരുന്ന ശബ്ദം ഭയങ്കര ശബ്ദമാണ്, അതൊക്കെ നോയ്സ് പൊല്യൂഷനായിട്ട് കണക്കാക്കാം. ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ്, ബോംബ് പൊട്ടുന്നത്, തോക്ക് വെടിവെക്കുന്നത്, ഇതൊക്കെ എന്തായിട്ട് പറയാം?
ഡിഫൻസ് എക്യുപ്മെൻറ്റ്സിൽ നിന്നുണ്ടാകുന്ന ശബ്ദത്തിന് നോയ്സ് പൊല്യൂഷനായിട്ട് കണക്കാക്കാം. ഇനി ഇതിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണ്? ഇങ്ങനെ ഭയങ്കര ശബ്ദം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എഫക്റ്റ്. ഇമ്പയർമെൻറ്റ് ഓഫ് ഹിയറിങ്, കേൾവി ശക്തി കുറയും, നല്ല പോലെ കുറയും. നമുക്ക് അടുത്ത് നിന്നൊരാളിൽ നിന്ന് സംസാരിച്ചാൽ പോലും പലപ്പോഴും കേൾക്കാതിരിക്കുന്ന ഒരവസ്ഥ വരും. നിങ്ങൾക്കറിയുമെന്നറിയില്ല, ഈ ചെണ്ട കൊട്ടുന്ന ആളുകളില്ലേ, അവർ ഒരു ഏകദേശം 1.5 മണിക്കൂറോളം ഇതിങ്ങനെ ഭയങ്കര ശബ്ദമാണല്ലോ ചെണ്ടയ്ക്ക്. ഒരു 10 ചെണ്ടയൊക്കെ നിരന്ന് നിന്ന് അങ്ങോട്ട് കൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ശബ്ദമായിരിക്കും. അപ്പോൾ സ്ഥിരമായി ഇതിന് പോണ ആൾക്കാർ ഒരു 40-42 വയസ്സൊക്കെ കഴിഞ്ഞാൽ അവർക്ക് കേൾവിശക്തി മെല്ലെ മെല്ലെ കുറയും, നല്ലപോലെ കുറയും. പിന്നെ ഒന്നും കേൾക്കാത്തൊരവസ്ഥ, തീരെ കേൾക്കാതെ ആവും. അപ്പോൾ എന്താ, അവിടെ ആ നോയ്സ് പൊല്യൂഷൻ സ്ഥിരമായി കിട്ടി അവരുടെ കേൾവിശക്തി കുറഞ്ഞു പോയി, ഇല്ലാണ്ടേ. അപ്പോൾ നോയ്സ് പൊല്യൂഷൻ എന്ത് ചെയ്യും? നമ്മുടെ കേൾവിശക്തി കുറയ്ക്കും. ഹെഡേക്ക് ബൈ ഡയലേറ്റിംഗ് ബ്ലഡ് വെസൽസ് ഓഫ് ദി ബ്രെയിൻ, തലവേദന വരും. ആ പാട്ടിൻ്റെ സൗണ്ടൊന്ന് കുറച്ചാൽ എന്താ തലവേദന. വീട്ടിൽ നിന്ന് പറയണേക്കില്ലേ, അമ്മയച്ഛനൊക്കെ പറയാറില്ലേ, നമ്മളൊക്കെ സ്പീക്കറൊക്കെ നല്ല സൗണ്ടിൽ വെച്ച് കേൾക്കുമ്പോൾ. അപ്പോൾ ഇതെന്താ സംഭവം? ഈ ബ്ലഡ് വെസൽസിൽ പ്രഷർ പോയിട്ട് തലവേദന തുടങ്ങും, അതാണ് സംഭവം. ഇനി ഭയങ്കര ഇറിറ്റേറ്റിംഗ് എന്നൊക്കെ പറയില്ലേ, അതന്നെ. ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഹാർട്ട് ബീറ്റ് കൂടും. നല്ല ശബ്ദം കൂടിക്കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് കൂടും. പെയിൻ ഇൻ ഹാർട്ട്, ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട് ഈ ഹാർട്ട് പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ ഇല്ലാതെ ശബ്ദമുള്ള അടുത്തൊക്കെ ഒന്നും പോകരുത് എന്ന് പറയാറുണ്ട്. കാരണം എന്താണ്? ഇത് തന്നെയാണ്, നോയ്സ് പൊല്യൂഷൻ ഉണ്ടാവും അവിടെ. അത് ഹാർട്ട് ബീറ്റിൻ്റെ എണ്ണം കൂട്ടാനൊക്കെ കാരണമാവും, മരണത്തിന് വരെ കാരണമാവും. കോസിങ് ഐ സ്ട്രെയിൻ, കണ്ണിന് സ്ട്രെയിൻ ഉണ്ടായിരിക്കും, ഭയങ്കര ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ബ്ലിങ്ക് ചെയ്യണ മാതിരിയൊക്കെ നമുക്ക് തോന്നും. ഇമ്പയർമെൻറ്റ് ഓഫ് നൈറ്റ് വിഷൻ, കണ്ണിന് ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ വിഷനും സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നൈറ്റ് വിഷൻ തീരെ കുറഞ്ഞു വരും. രാത്രിയിൽ ഇപ്പോൾ ഇരുട്ടത്ത് നമുക്ക് എന്തെങ്കിലും കാണുമെന്നാണ്, അങ്ങനെയല്ല, നമുക്കിങ്ങനെ കുറച്ച് ഒരു ചെറിയ എന്തോ തോന്നില്ലേ, അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ലോവറിങ് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് എഫക്റ്റ് ഓൺ മെമ്മറി, TV നല്ല സൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തിരുന്ന് പഠിക്കാൻ സാധിക്കില്ല. അപ്പം അവിടെ TV നിന്നുണ്ടാകുന്ന സൗണ്ട് നോയ്സ് പൊല്യൂഷനാണ്. നല്ല ശബ്ദത്തിലാണ് വെച്ചിട്ടുള്ള വെച്ചാൽ അത് നോയ്സ് പൊല്യൂഷനാണ്. അതിപ്പോൾ നമുക്ക് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പഠിച്ചിട്ട് തന്നെ ഇല്ല, പിന്നെ മെമ്മറി ഉണ്ടാവുമോ? മസ്കുലർ സ്ട്രെയിൻ ആൻഡ് നെർവസ് ബ്രേക്ക് ഡൗൺ, മസ്കുലർ സ്ട്രെയിൻ, നമുക്ക് പേശികളിലൊക്കെ ഭയങ്കര സ്ട്രെയിൻ തോന്നും. നെർവസ് ബ്രേക്ക് ഡൗൺ, നെർവസ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമ്മളെ ടച്ചിങ്, നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അറിയണതൊക്കെ നെർവ് കാരണം, നെർവസ് സിസ്റ്റം. അപ്പം അതിനൊക്കെ ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നോയ്സ് പൊല്യൂഷൻ്റെ എഫക്റ്റ്. ഇനി അടുത്തത് എങ്ങനെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാം. കൺട്രോൾ ഓഫ് നോയ്സ് പൊല്യൂഷൻ. It can be controlled by either reducing the noise at source or by preventing its transmission or by protecting the receiver. അപ്പം ഇതിൻ്റെ നമുക്ക് നോയ്സ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സോഴ്സ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് എങ്ങനെ നമുക്ക് വിട്ടു നിൽക്കാം, അല്ലെങ്കിൽ എങ്ങനെ അതിൻ്റെ ശബ്ദം കുറയ്ക്കാം, അല്ലെങ്കിൽ എങ്ങനെ ആ ശബ്ദം കേൾക്കുന്ന ആൾ, അതായത് നമ്മളാണല്ലോ സൗണ്ട് റിസീവ് ചെയ്യുന്ന ആൾക്കാർ, നമുക്ക് എങ്ങനെയൊക്കെ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് എന്തൊക്കെ അതിന് ചെയ്യാൻ പറ്റും. ഇതൊന്നാമത്തെ കാര്യം. ഇനി ഇൻസ്റ്റാൾ നോയ്സ് മെഷീൻസ് ആൻഡ് സൗണ്ട് പ്രൂഫ് ചാമ്പേഴ്സ്, ശബ്ദം എടുക്കുന്ന ചാമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ പുറം ഭാഗങ്ങളിലൊക്കെ നോയ്സ് കൺട്രോൾ ചെയ്യാൻ ഉള്ള സംഭവങ്ങൾ പിടിപ്പിക്കുക. ഇനി ലൂബ്രിക്കേറ്റിംഗ് ദ മെഷീൻസ്, ഈ ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ വാതിൽ തുറക്കുമ്പോൾ വരെ ഭയങ്കര ശബ്ദം, ഈന്നൊരു ശബ്ദം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതിനൊക്കെ എന്ത് ചെയ്താൽ മതി? കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി വാതിൽ തിരിയണേൻ്റെ വിജാഗിരിയുടെ അവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതേമാതിരി വലിയ വലിയ മെഷീൻസിൽ എന്ത് ചെയ്യുക? ലൂബ്രിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതിന് എണ്ണ കൊടുത്തിട്ട് അതിൻ്റെ ശബ്ദങ്ങൾ കുറച്ചുകൊണ്ടിരിക്കുക. യൂസിങ് സൈലൻസർ ടു കൺട്രോൾ നോയ്സ് ഫ്രം ഓട്ടോമൊബൈൽസ്, ഒരുവിധം ശബ്ദ മലിനീകരണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എന്ത് ചെയ്താൽ മതി? വണ്ടിയിൽ സൈലൻസർ പിടിപ്പിക്കുക, അങ്ങനെ ഓടിക്കുക. ഇനി സൗണ്ട് പ്രൂഫ് മെറ്റീരിയൽസ് ആർ യൂസ്ഡ് ഫോർ കൺസ്ട്രക്റ്റിംഗ് ഓഫ് ബിൽഡിംഗ് കെട്ടിയുണ്ടാക്കുന്ന സിവിൽ എഞ്ചിനീയേഴ്സ് ആണല്ലോ. അപ്പോൾ
ബിൽഡിങ്സ് കെട്ടിയുണ്ടാക്കുമ്പോൾ സൗണ്ട് പ്രൂഫ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. ഇപ്പോൾ വെളിച്ചം വരാൻ ഇന്ന സ്ഥലത്ത് ജനലുകൾ പിടിപ്പിക്കണം എന്ന് പറയുന്നില്ലേ, അതേമാതിരി ഒരു നല്ല എഞ്ചിനീയർക്ക് എക്കോ അടിക്കാത്ത നല്ലൊരു റൂം ഉണ്ടാക്കാനും സാധിക്കും അല്ലേ. അപ്പം അങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്യുക. മിനിമം യൂസ് ഓഫ് ലൗഡ് സ്പീക്കേഴ്സ് ആൻഡ് ആംപ്ലിഫയേഴ്സ്. അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ലൗഡ് സ്പീക്കേഴ്സ്, മുക്കിന് പ്രസംഗങ്ങളൊന്നും നടത്താതെ പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിച്ച് ഒരിടത്ത് 3-4 പേര് വേറെ ഇടത്ത് നിന്ന് പ്രസംഗിക്കുന്നതിന് പകരം ഒന്നിച്ച് ഒരിടത്ത് നിന്ന് പ്രസംഗിക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ലൗഡ് സ്പീക്കേഴ്സിൻ്റെയും ആംപ്ലിഫയേഴ്സിൻ്റെയും ഉപയോഗം കുറയ്ക്കുക. പ്ലാന്റിങ് ഓഫ് ട്രീസ്. മരം വെച്ച് പിടിപ്പിച്ചാൽ എങ്ങനെ സൗണ്ടിൻ്റെ നോയ്സ് പൊല്യൂഷൻ കുറയുക? ഈ മരങ്ങളിൽ ശബ്ദം വലിച്ചെടുക്കാനുള്ളൊരു കഴിവുണ്ട്, കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നോയ്സ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ബാനിങ് പ്രഷർ ഹോൺസ് ഇൻ ഓട്ടോമൊബൈൽസ്. ഈ ചെവി പൊട്ടണ തരത്തിലുള്ള ഹോണുകളൊക്കെ പലതരം ബസ്സിൽ, നമ്മുടെ കോഴിക്കോട് പാലക്കാട് റൂട്ടിലോടുന്ന ഒരുപാട് ബസ്സിൽ തന്നെ ഉണ്ട്, ഭയങ്കര ഹോണുണ്ടായിരിക്കും. അപ്പം അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബാൻ ചെയ്യുക അത്തരത്തിലുള്ള പ്രഷർ ഹോൺസൊക്കെ. അപ്പം ഇത്രയാണ് നോയ്സ് പൊല്യൂഷനെ പറ്റി പറയാനുള്ളത്. അടുത്തത് തെർമൽ പൊല്യൂഷൻ. തെർമൽ പൊല്യൂഷൻ is the degradation of water quality by any process that changes the ambient temperature. അപ്പം തെർമൽ പൊല്യൂഷൻ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. തെർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുമായി റിലേറ്റഡ്, ടെമ്പറേച്ചറായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം തെർമൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡീഗ്രഡേഷൻ ഓഫ് വാട്ടർ ക്വാളിറ്റി. വാട്ടറിൻ്റെ ആ ക്വാളിറ്റി ഇങ്ങോട്ട് കുറയുക, നല്ല വെള്ളം ചീത്ത വെള്ളമാവുക. ബൈ എനി പ്രോസസ് ദാറ്റ് ചേഞ്ചസ് ആംബിയൻ ടെമ്പറേച്ചർ. നല്ല ടെമ്പറേച്ചറിൽ നിന്ന് ചേഞ്ചസ് ഉണ്ടായിട്ട് ഏതൊരു പ്രോസസ്സ് വഴി വെള്ളത്തിൻ്റെ ക്വാളിറ്റി കുറയുകയാണെങ്കിൽ അതിനെ നമുക്ക് തെർമൽ പൊല്യൂഷൻ എന്ന് പറയാം. എന്തൊക്കെയാണ് തെർമൽ പൊല്യൂഷൻ്റെ സോഴ്സുകൾ? യൂസ് ഓഫ് വാട്ടർ ആസ് എ കൂളൻറ്റ് ബൈ പവർ പ്ലാന്റ് ആൻഡ് ഇൻഡസ്ട്രീസ്. കൂളൻ്റായിട്ട് വാട്ടർ യൂസ് ചെയ്യും. എന്താ കൂളൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം ഇൻഡസ്ട്രീസിലും ഈ അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് അത് ചിലപ്പോൾ അത് മേക്ക് ചെയ്ത് വരുമ്പോൾ അതിന് ഭയങ്കര ചൂടുണ്ടായിരിക്കും. അപ്പം അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് തണുപ്പിച്ചിട്ടായിരിക്കും പ്രൊഡക്റ്റാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഇരുമ്പ് വാളൊക്കെ ഉണ്ടാക്കുന്നത് ചെറിയൊരു എക്സാമ്പിളാണ്. നമ്മുടെ ഇരുമ്പാലയിലൊക്കെ അരിവാൾ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അടിച്ച് പരത്തിയ ശേഷം വെള്ളത്തിലിട്ട് കാച്ചും, വെള്ളത്തിലിങ്ങനെ ഇടും അല്ലേ, അതിന് കൂടുതൽ ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്. അപ്പോൾ അവിടെ വെള്ളം ഒരു കൂളൻ്റാണ്. ഇതേമാതിരി പലതരത്തിലുള്ള പ്രൊഡക്റ്റിനും ഒരുപാട് ഇൻഡസ്ട്രീസിൽ വെള്ളം കൂളൻ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും വാട്ടർ റിസോഴ്സുകളായിരിക്കും യൂസ് ചെയ്യുന്നത് കൂളൻ്റായിട്ട്. അപ്പോൾ അവിടെ തെർമൽ പൊല്യൂഷൻ സംഭവിക്കുന്നു. കോൾ ഫയർഡ് പവർ പ്ലാന്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ മേജർ സോഴ്സ് ഓഫ് ദി തെർമൽ പൊല്യൂഷൻ. കോൾ ഫയർഡ് പവർ പ്ലാന്റ്സ് കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൽക്കരി. അപ്പോൾ കൽക്കരി കത്തിച്ചിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ മേജർ സോഴ്സാണ് എന്തിൻ്റെ? തെർമൽ പൊല്യൂഷൻ്റെ. ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് എമിറ്റ് എ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻ ടു നിയർ ബൈ വേസ്റ്റ് സ്ട്രീംസ്. ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് നമ്മൾ ന്യൂക്ലിയർ പൊല്യൂഷനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് എന്ന് വരുന്ന വലിയ എമൗണ്ടിലുള്ള ഹീറ്റ്, അവിടെ നിന്നുള്ള ഭയങ്കര ചൂട് ചിലപ്പോൾ അടുത്തുള്ള വാട്ടർ സ്ട്രീമിലേക്കായിരിക്കും, അടുത്തുള്ള പുഴയിലേക്കോ അല്ലെങ്കിൽ അരുവിയിലേക്കോ തടാകത്തിലേക്കൊക്കെയാവും വിടുന്നത്. അപ്പോൾ അതിലുള്ള വെള്ളം ക്വാളിറ്റി കുറയും, തെർമൽ പൊല്യൂഷൻ സംഭവിക്കും. ഇൻഡസ്ട്രീസ് ലൈക്ക് ടെക്സ്റ്റൈൽസ്, പേപ്പർ, പൾപ്പ്, ഷുഗർ ഇൻഡസ്ട്രീസ് ഓൾസോ റിലീസ് ഹീറ്റ് ഇൻ വാട്ടർ. ഈ പറഞ്ഞിട്ടുള്ള ഇൻഡസ്ട്രീസിൽ നിന്ന് മുഴുവൻ ഹീറ്റ് പുറത്തോട്ട് വിട്ടിട്ട് തെർമൽ പൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. The municipal water sewage normally has a higher temperature, is also discharged into rivers, lakes, canals, etc. അപ്പം നമ്മുടെ അഴുക്കുചാൽ എന്നുള്ള വെള്ളമൊക്കെ അതിന് ടെമ്പറേച്ചർ കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. സാധാരണ വെള്ളത്തിൽ നിന്ന് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, കാരണം അത് ഫുൾ പൊല്യൂട്ടഡ് ആയിരിക്കും. മലിനജലമാണല്ലോ, അതിന് ടെമ്പറേച്ചർ കൂടും. അപ്പോൾ ആ വെള്ളം നമ്മുടെ നല്ല വെള്ളത്തിലേക്ക് വന്ന് ചേരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് തെർമൽ പൊല്യൂഷന് കാരണമാകുന്നു. ഓക്കെ, ഇനി എന്തൊക്കെയാണ് തെർമൽ പൊല്യൂഷൻ്റെ എഫക്റ്റ്? ദ എലിവേറ്റഡ് ടെമ്പറേച്ചർ ഡിക്രീസ് ദി ലെവൽ ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ വാട്ടർ. അപ്പം ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന ഇൻക്രീസ്,
ആ ഇൻക്രീസ് എന്ത് ചെയ്യും? നമ്മുടെ നല്ല വെള്ളത്തിലുള്ള ഓക്സിജൻ്റെ അളവ് കുറയ്ക്കും. ഈ വെള്ളത്തിലെ ഓക്സിജൻ കണ്ടൻറ്റ് അടങ്ങിയതുകൊണ്ടാണ് വെള്ളത്തിലുള്ള ജീവികളൊക്കെ അതാണ് ശ്വസിക്കുന്നത് അല്ലേ, വെള്ളത്തിലുള്ള ഓക്സിജൻ. അപ്പോൾ അതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വെള്ളത്തിനടിയിൽ ജീവിക്കുന്ന ഒരുപാട് ജന്തുക്കൾക്ക് അത് എഫക്റ്റ് ചെയ്യും. ഹയർ വാട്ടർ ടെമ്പറേച്ചർ ഇൻക്രീസ് പ്ലാന്റ് ഗ്രോത്ത് റേറ്റ്സ്. നല്ല ചൂടൊക്കെ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ പ്ലാന്റ് ഗ്രോത്ത് റേറ്റ്സ് കൂടും. ആവശ്യമില്ലാത്ത പല ചെടികളും ഉണ്ട് അല്ലേ, അതൊക്കെ ഒന്നിച്ചുണ്ടാവും. മെനി അക്വാറ്റിക് സ്പീഷീസ് വിൽ ഫെയിൽ ടു റീപ്രൊഡ്യൂസ് അറ്റ് എലിവേറ്റഡ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ പല ജീവജാലങ്ങൾക്കും, നമ്മുടെ വെള്ളത്തിലുള്ള പല ജീവജാലങ്ങൾക്കും റീപ്രൊഡക്ഷൻ സംഭവിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താ? വംശനാശം സംഭവിക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഫുഡ് ചെയിനെ അത് എഫക്റ്റ് ചെയ്യും. അടുത്ത ലെവലിലേക്ക്, ഏറ്റവും വളരെ വേഴ്സായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് അത് പോകും. ഇറ്റ് മേ ലീഡ് ടു അൺപ്ലാൻഡ് മൈഗ്രേഷൻ ഓഫ് അക്വാറ്റിക് അനിമൽസ്. അപ്പം അവർക്ക് അക്വാറ്റിക് അനിമൽസിന് ഒരുമാതിരി ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുമ്പോൾ സ്വാഭാവികം നമ്മളിപ്പോൾ ഒരേ ഒരു സ്ഥലത്ത് തന്നെ പോയിട്ട് ഈ ഹീറ്റ് ചെയ്തിട്ടുള്ള വേസ്റ്റ് വാട്ടർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ പിന്നെ വല്ല ജീവജാലങ്ങൾക്കും നിൽക്കാൻ സാധിക്കുമോ? ചെടികളൊക്കെ കരിഞ്ഞു പോവുമായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ അഴുകി പോവുമായിരിക്കും. അപ്പം അവിടെ ഒരു അക്വാറ്റിക് അനിമൽസിനൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല. സോ അവരൊക്കെ അവിടെ നിന്ന് മാറി അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോകും. അത് അവിടുത്തെ എക്കോസിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യും. ഇനി ദ എഗ് ഓഫ് ഫിഷ് മേ ഹാച്ച് ഏർലി ഓർ ഫെയിൽ ടു ഹാച്ച് അറ്റ് ഓൾ. അപ്പം ഈ മത്സ്യങ്ങളുടെ മുട്ടകൾ പാകം വരുന്നതിന് മുന്നേ തന്നെ പൊട്ടി പുറത്ത് വരിക മത്സ്യക്കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ അത് പൊട്ടുതന്നെ ചെയ്യാതെ നശിച്ചു പോവുക. അങ്ങനത്തെ അവസ്ഥകളുണ്ടാവും തെർമൽ പൊല്യൂഷൻ്റെ എഫക്റ്റിൽ. ഇനി മെനി ഓർഗാനിസംസ് ആർ കിൽഡ് ഇൻസ്റ്റൻ്റ്ലി ബൈ ഹോട്ട് വാട്ടർ. ചൂട് താങ്ങാൻ വയ്യാതെ പല ജന്തുക്കളും ചത്തു പൊങ്ങും. ഇതൊക്കെയാണ് തെർമൽ പൊല്യൂഷൻ്റെ എഫക്റ്റ്. ഇനി കൺട്രോൾ ഓഫ് തെർമൽ പൊല്യൂഷൻ. എങ്ങനെ നമുക്ക് തെർമൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാം? കൂളിംഗ് ടവേഴ്സ് ട്രാൻസ്ഫർ വേസ്റ്റ് ഹീറ്റ് ടു അറ്റ്മോസ്ഫിയർ ത്രൂ evaporation so as to eliminate the problems of thermal pollution. കൂളിംഗ് ടവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ ഹീറ്റ് വാട്ടർ, ഹീറ്റായിട്ടുള്ള ചൂടായിട്ട് നമ്മൾ ഒഴിവാക്കണ വേസ്റ്റ് വാട്ടർ അറ്റ്മോസ്ഫിയറിലേക്ക് ആ ടെമ്പറേച്ചർ ഇവാപ്പറേറ്റ് ചെയ്ത് കളയും. എന്നിട്ട് നല്ല വെള്ളം മാത്രം താഴെ ആയിരിക്കും. അപ്പോൾ എന്താ? വാട്ടർ ക്വാളിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് തെർമൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതേമാതിരിയാണ് ഈ ആർട്ടിഫിഷ്യൽ ലേക്സ്. ദ ഹീറ്റഡ് effluents may be discharged into the lake at one end and the water for cooling purpose may be withdrawn from the other end. അപ്പം ഒരു എൻഡിൽ നിന്ന് നമ്മൾ ഈ വേസ്റ്റ് വാട്ടർ, ചൂടുള്ള വെള്ളം ഒഴിവാക്കുമ്പോൾ, ഈ ഇഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലിനമായിട്ടുള്ള വെള്ളം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മലിനമായിട്ടുള്ള സാധനം ഒഴിവാക്കുമ്പോൾ അതിൽ ചില പ്രോസസ്സുകളൊക്കെ നടത്തി അതിൻ്റെ മറ്റേ എൻഡിൽ, ഈ ലേക്കിൻ്റെ മറ്റേ എൻഡിലെ പോർഷനിലെ വെള്ളം നമുക്ക് കൂളൻ്റായിട്ട് യൂസ് ചെയ്യാം വേണമെങ്കിൽ. അങ്ങനെ നമുക്ക് തെർമൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാം. ഇനി കൂളിംഗ് പോണ്ട്സ് ആർ മാൻ മെയ്ഡ് ബോഡീസ് ഓഫ് വാട്ടർ ഡിസൈൻഡ് ഫോർ കൂളിംഗ് ബൈ ഇവാപ്പറേഷൻ, കൺവെൻഷൻസ് ആൻഡ് റേഡിയേഷൻ ആണ് കേട്ടോ അത്. അപ്പോൾ കൂളിംഗ് പോണ്ട്സും ഇതേമാതിരി കുളങ്ങളൊക്കെ നമുക്ക് ഇതേമാതിരി യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇത്രയാണുള്ളത്. ഇത്രയും പൊല്യൂഷനാണ് ഇന്ന് 2 പൊല്യൂഷനാണ് പഠിച്ചിട്ടുള്ളത്. ഇത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.